പ്രിയമുള്ളവരെ, ഒരു പ്രഭാഷണം ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല. എനിക്കേറെ ഇഷ്ടവും മമതയും മതിപ്പൊക്കെയുള്ള ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നതിൻ്റെ സുഖം അനുഭവിക്കുന്നു എന്ന നിലക്കാണ് സ്വന്തം നിലയ്ക്ക് ഞാനെൻ്റെ വാക്കുകളെ നോക്കിക്കാണുന്നത്. KGS-ൻ്റെ പ്രഭാഷണത്തിൻ്റെ രീതികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തലങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ചെന്നിരിക്കും. 1968 ഫ്രഞ്ച് വിപ്ലവത്തിന് രണ്ടാം ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന 68 അതിന് തുടങ്ങി സ്റ്റുഡൻറ് ഗവർണറെ കൊണ്ട് ആരംഭിച്ച് പിന്നെ ആ കാലത്തുണ്ടായിരുന്ന എല്ലാ പ്രശസ്തരായ നെരൂദ, ബെർട്ടോൾഡ് ബ്രെസ്റ്റ്, T.S. എലിയറ്റ് തുടങ്ങി ലോക ചരിത്രത്തിലേക്കൊക്കെ കടന്നുപോയ ഒരു പ്രഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. KGS-ൻ്റെ രീതി അതാണ്. ഞാൻ വളരെ ഒരു സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല, പക്ഷെ ഏറ്റവും ഒതുക്കി പറഞ്ഞാൽ വലിയൊരു റേഞ്ചുള്ള ഒരു വ്യക്തി എന്ന എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് KGS-ൻ്റെ ജീവിതഗതിയാണ്. ഒരുപാട് വ്യക്തികളുമായി സാഹിത്യത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാര രംഗത്തുമൊക്കെയുള്ള നിരവധി പേരുമായി അടുത്തിടപെടാനുള്ള സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഏറ്റവും അധികം മതിപ്പ് ഉള്ള ഒരു വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് KGS-ആണ്. ഞാൻ എനിക്ക് പ്രശംസിക്കുകയല്ല. KGS-ൻ്റെ റേഞ്ച് വലുതാണ്, വളരെ വലുതാണ്. എന്തിനും പല വിഷയങ്ങളിലുള്ള അറിവുകൾ, സാഹിത്യം, സംസ്കാരം, ഭാഷ, സിനിമ, കല തുടങ്ങി ആന്ത്രോപോളജി, സൈക്കോളജി, ഫിലോസഫി, പൊളിറ്റിക്സ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ റേഞ്ചിൽ അതിനെപ്പറ്റി വിശദമായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നെ അതിന് തടയില്ല. ഒരു വലിയ റേഞ്ചിൽ പോകുന്ന ഒട്ടും ഒരു അതിപ്രശംസയല്ല. ഞാൻ ധാരാളം ആൾക്കാരുമായി ഇടപെട്ട അനുഭവം വെച്ച് പറയാം. പല കാര്യങ്ങളും വളരെ ആഴത്തിലും വളരെ വലിയ രീതിയിൽ കാണാനുള്ള ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാനത് പലതും KGS-ന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഒതുക്കി പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു വിദ്യാർത്ഥി ജീവിതകാലം KGS-ൻ്റെയും ഏറെക്കുറെ കാലം ലിറ്റററി മോഡേണിസത്തിൻ്റെ കാലമാണ്. സാഹിത്യത്തിൽ ഒരു പുതുമ, ഒരു ആധുനികത, അത്യാധുനികത എന്നൊക്കെ പറഞ്ഞിരുന്ന ലിറ്റററി മോഡേണിസത്തിൻ്റെ കാലത്താണ് ഞങ്ങളൊക്കെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടത്തിയൊരു കാലം. ആ ഘട്ടത്തിൽ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് അറിയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നു. ഒരുപാട് വലിയ എഴുത്തുകാർ ലോകത്തിലൊക്കെയുള്ള ഞാൻ ഓർക്കുന്നു. അന്നുള്ള വളരെ പ്രത്യേകിച്ച് മോഡേൺ പോയട്രിയിലുള്ള ലിറ്റററി മോഡേണിസം, കീ ടു മോഡേൺ പോയട്രി, സ്ട്രഗിൾ ഓഫ് ദി മോഡേൺ തുടങ്ങിയിട്ടുള്ള വലിയ അച്ചീവ്മെൻറ്റ്സ് ഓഫ് T.S. എലിയറ്റ് തുടങ്ങിയിട്ടുള്ള വലിയ ആൾക്കാരുടെ സ്റ്റീഫൻ സെൻഡർ, T.S. എലിയറ്റ്, നെരൂദ തുടങ്ങിയിട്ടുള്ള പലരുടെയും ലോറൻസ് സ്റ്റുഡൽ, പിൻസാറ്റ്, ക്ലിയൻ ബ്രൂക്സ്, ഞാനൊരു റെനേവലിയൊക്കെ ഒരു പാണ്ഡിത്യപഠനത്തിന് വേണ്ടി പറയല്ല. ലോകത്തിൽ വലിയ എഴുത്തുകാരൊക്കെ തന്നെ ചിന്തയിലൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. KGS-ൻ്റെയൊക്കെ ഒരു ആദ്യകാലത്തെ കുറിച്ച് വരവിനെ കുറിച്ച് ഞാൻ ഓർത്തു വരുന്നത് അന്ന് ലിറ്റിൽ മാഗസിൻസ് എഴുതിയ ഒരു സ്വാധീനം, സമീക്ഷയെ പോലെ മലയാളത്തിൽ, എൻകൗണ്ടറിനെ പോലെ ഇംഗ്ലീഷിൽ, പിന്നെ സ്റ്റീഫൻ ഡെഫർ ഡേവിസിൻ്റെ സ്കൂട്ടറിയുടെയൊക്കെ കാലം ജസ്റ്റ് കഴിഞ്ഞ് ടൈംസ് ലിറ്റററി സപ്ലിമെന്റിനെ പോലെയുള്ള സാഹിത്യ മാസികകൾ, അതൊക്കെ പുതിയ കാലബോധവും പുതിയ ലോകബോധവും പുതിയ കലാബോധവും ഒക്കെ ഉണ്ടാക്കിയൊരു കാലമാണ്. ആ കാലത്തിൻ്റെ ചൈതന്യം, സ്പിരിറ്റ് ഏറ്റവും അധികം ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു KGS. ആ ഒരു കാലം, ആ ഒരു അറിവ്, ആ ഒരു ലോകത്തെല്ലാം ഉണ്ടായിരുന്ന മാറ്റങ്ങളുടെ എല്ലാ വിഷയങ്ങളും തമ്മിലുള്ള ഒരു ക്രോസ് പോളിനേഷൻ ഓഫ് ഐഡിയാസിൻ്റെ ഒരു കാലം, അത് ഉൾക്കൊണ്ട കാലം. ഞാൻ ആവർത്തിക്കുന്നു, കാലബോധവും ലോകബോധവും കലാബോധവും മൂല്യബോധവും ഒക്കെ ഉൾക്കൊണ്ട
ഒരു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ ഉടമയാണ് KGS. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലായാലും മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പളായ കാലത്തെ കഥയിൽ നടത്തിയ മലയാളം പ്രൊഫസറായിട്ടും ഒക്കെ പ്രിൻസിപ്പളായിട്ടും ഒക്കെ അദ്ദേഹം നടത്തിയ മാറ്റങ്ങളെ പറ്റി ഞാൻ ബോധവാനാണ്. ആ രീതിയിൽ കവിതയും ക്ലാസ്സിൽ സംഭാഷണത്തിൽ ഒക്കെ തന്നെ എഴുത്തുകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു പുതുമ, ഒരു നവീനത, ഈ കാലബോധവും ലോകബോധവും കലാബോധവും ഒക്കെ മലയാളത്തിൽ കൊണ്ടുവന്നത് KGS ആണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതിൻ്റെ റേഞ്ചുണ്ട്. അത് ഞാനൊക്കെ എൻ്റെ തീസിസ് കഴിയുന്ന കാലത്തൊക്കെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം സ്നേഹബന്ധത്തിലുള്ള ഒരു പുതിയ ചരിത്രബോധം വളർന്നതാണ്. മലയാള കവിതയിൽ പ്രത്യേകിച്ചും ഒരു ചരിത്രബോധം ഏറ്റവും ആഴത്തിലും ഏറ്റവും വിസ്തൃതയിലും കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അതിനുത്തരം KGS ആണ് എന്നാണ്. ഈ അടുത്ത കാലത്ത് പ്രൊഫസർ സരസ്വതി പറഞ്ഞ പോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ KGS ആയി നടത്തിയ ഒരു അഭിമുഖം വായിച്ചാൽ അറിയാം KGSന്റെ റേഞ്ച് എന്താണെന്ന്. രാജീവന്റെ ലേഖനത്തിൽ രാജീവിനെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് KGSനെ പറ്റി ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ഞാൻ നമ്മൾ ഈ പ്രസംഗം ആദരിക്കുന്നതോടൊപ്പം ഞാൻ അത്തരം കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ നല്ലതാണ്. KGSനെ പറ്റി അടുത്ത കാലത്ത് പ്രൊഫസർ വേണുഗോപാൽ എഴുതിയ ഒരു പുസ്തകത്തിൽ ഈ ചരിത്രം എങ്ങനെ KGSലേക്ക് എത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ആ മാതൃഭൂമിയിലുള്ള അഭിമുഖത്തിൽ KGS പറഞ്ഞു, സ്വയംഭൂമല്ല സ്വാതന്ത്ര്യം എന്നാണ്. ഇപ്പൊ ഒരു സ്വാതന്ത്ര്യ സങ്കല്പം, മനുഷ്യ സങ്കല്പം, അതിനെപ്പറ്റിയുള്ള KGSന്റെ റേഞ്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ രാജീവൻ എഴുതിയ ലേഖനത്തിൽ എപ്പോഴും ഒരു നീതിബോധം, ഒരു സർഗാത്മകത, ഒരു നൈതികത എന്നൊക്കെ പറയുന്നത് KGSന്റെ ജീവിതത്തിൻ്റെയും രചനയുടെയും ഒക്കെ കേന്ദ്രബിന്ദുവാണ്. ഇതെല്ലാം വിശദമായി പറയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു പിഴച്ച കാലത്ത് നമ്മുടെ സ്ഥിരം കവിതകളിലൂടെയൊക്കെ തന്നെ KGS അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്നുള്ളത് സ്വയമേവാഗതമാകുന്ന ഒരു സിദ്ധിയല്ല, ബോധപൂർവമായ പരിശ്രമം കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ എന്ന് പല തലങ്ങളിൽ പല മാനങ്ങളിൽ നമ്മെ ഇതാക്കും. അതുപോലെ ഫാസിസത്തെക്കുറിച്ച്, ഇന്ത്യയിലെ വർഗീയതയെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ ആഴമുള്ള സൂക്ഷ്മതയുള്ള സങ്കല്പങ്ങളും അറിവുകളും ബോധങ്ങളും ഒക്കെയാണ് KGS നമുക്ക് തരുന്നത്. അപ്പോൾ അദ്ദേഹം ട്രംപിനെ പറ്റി, ട്രംപ് ഒരു വരൾച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് വായിക്കാവുന്ന ഒന്നായിട്ട് ഞാൻ ആവർത്തിച്ച് വായിച്ച ഒരു അഭിമുഖമാണ് KGSന്റെ. പല തലങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രത്യേകത. പുതിയ ലോകം എങ്ങനെയാണ്, പുതിയ കാലം എങ്ങനെയാണ്, അത് എങ്ങനെ ഫാസിസം വളരുന്നു എന്നൊക്കെ വളരെ സൂക്ഷ്മമായി KGS പറയുന്നുണ്ട്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ കവിതയെ പറ്റി ഒന്നും ദീർഘമായി പറയാൻ ഞാൻ ആളല്ല. ഞങ്ങളൊക്കെ ഒന്നിച്ച് ആ 72-ലാണ് ബംഗാൾ വരുന്നത്. അന്ന് മുതൽ KGSന്റെ ഒരു വളർച്ചയെ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനോടൊപ്പം വളരാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്, അത് ആസ്വദിക്കുന്നതിലൊക്കെ തന്നെ. പക്ഷെ ബംഗാൾ അന്ന് ലീലാവട്ടീച്ചർ പറഞ്ഞു, ഇതാ ഒരു പുതിയ തരം കവിതയും പുതിയ ലോകബോധവും പുതിയ കാലബോധവും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ബംഗാൾ എന്ന കവിതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KGSന്റെ കവിതയെ കുറിച്ചൊക്കെ ഒരു പ്രവചന സ്വഭാവത്തിൽ ലീലാവട്ടീച്ചർ അന്ന് തന്നെ പറഞ്ഞു എഴുതുകയും ചെയ്തു. പിന്നെ വന്ന ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്നിട്ട് വർഷം കുറേയായി, 1972-ലാണ് ബംഗാൾ. പിന്നെ ഓരോ ഘട്ടത്തിലും ജൈവപരമായ വളർച്ച ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ പല കവികളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പി കുഞ്ഞിരാമനായരെ ഓർമ്മിപ്പിക്കും, വടശ്ശേരി ഓർമ്മിപ്പിക്കും, ആർ രാമേന്ദ്രനെ ഓർമ്മിപ്പിക്കും. അങ്ങനെ വളരെ ശ്രദ്ധേയരായ മൗലികരായ നമ്മുടെ കവികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പ്രകൃതി ദേശം ചുരുക്കി പറഞ്ഞ നമ്മുടെ ദേശം KGSന്റെ കവിത വരുന്നുണ്ട്. പുഴകളെ പറ്റിയുള്ള കവിതകളാണ്. അതുപോലെ സർഗാത്മകമായ വിധ്വംസക സ്വഭാവം, ജനാധിപത്യത്തെ പറ്റിയുള്ള സങ്കല്പം, ജനാധിപത്യത്തിൻ്റെ ജൈവഭാവങ്ങളെ പറ്റിയുള്ള ഏറ്റവും നല്ല സങ്കല്പങ്ങൾ നമുക്ക് കാണുന്നത് KGSന്റെ കവിതയിലാണ്. ഓരോന്നും എടുത്ത് പറയാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചരിത്ര ദർശനം കവിതയിൽ എന്നൊരു പുസ്തകം അടുത്ത കാലത്ത് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. KGS വളരെ നല്ല ഒബ്സർവേഷൻസ് ഉള്ള ഒരു പുസ്തകമാണത്. ചരിത്ര ദർശനം
കവിതയിൽ KGSന്റെ കവിതകളിൽ ഒരു അന്വേഷണം എന്നൊരു പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെയും അതിൽ കൂട്ടാവുന്ന പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ധാരാളം കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളുള്ള KGSന്റെ കവിതകളുണ്ട്. ഭാവിയിൽ തീർച്ചയായും ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച്, നമ്മുടെ വർത്തമാനത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ക്ലാസിക്കൽ ക്രോസ് സെക്ഷൻ, ഒരു കൾച്ചറൽ ക്രോസ് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് KGSന്റെ കവിതയാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൂചിപ്പിച്ചു ബംഗാൾ, അയോധ്യ, ആനന്ദൻ, കഷണ്ടി തുടങ്ങിയ ആദ്യകാല കവിതകൾ. പിന്നെ അത് കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കൂടി സൂക്ഷ്മതയിലേക്ക് വന്നു, കുറെ കൂടി ആഴങ്ങളിലേക്ക് വന്നു, കുറെ കൂടി വർത്തമാനകാലത്തിലേക്ക് വന്നു, വർത്തമാനകാലത്തിൻ്റെ സംഘർഷങ്ങളിലേക്ക് വന്നു. പിന്നെ ഞാൻ നേരത്തെ ദേശത്തെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ, കടമ്പനാട്ട്, കടമ്പില്ല തുടങ്ങിയ കഥകൾ ഒരുപാട് ചർച്ച ചെയ്ത് കളഞ്ഞു. ഇനിയും നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട പിന്നീട് കുറേ കൂടി ലോകബോധത്തിലേക്ക് വന്നു. വർഗീയത, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന അവിശ്വാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ അതിനൊക്കെ നിശിതമായ ഒരു ധാർമ്മിക വിമർശനം കവിതയിലൂടെ സാധിച്ച കവി KGS ആണ്. KGS തന്നെയാണ്. ഒരുപക്ഷെ KGS മാത്രമാണെന്ന് പറഞ്ഞാലും അത് അത്യുക്തിയാണെങ്കിലും അസ്ഥാനത്തല്ല എന്ന അഭിപ്രായക്കാരനാണ്. വളരെ സൂക്ഷ്മമായ രീതിയിലാണ്. അതുപോലെ സംസ്കാരത്തിൻ്റെ അഗാധമായ അടലോളിയിരിക്കും പൂക്കൈത തുടങ്ങിയ കവിതകൾ. അങ്ങനെ ഇപ്പോൾ KGSന്റെ എല്ലാറ്റിനും ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു നീതിബോധം. നമ്മുടെ മലയാള കവിതയിൽ ചരിത്രബോധം മാത്രമല്ല, ഏറ്റവും അധികം നീതിബോധമുള്ള കവി ഏത് ആധുനിക സമകാലികനാണ്. ഏറ്റവും അധികം ഈ സ്റ്റീഫൻ സ്പെൻസർ എന്ന പേരായ പ്രസിദ്ധ സാഹിത്യ വിമർശകനും പ്രസിദ്ധ കവിയുമായ സ്റ്റീഫൻ സ്പെൻസർ ഈ എന്താണ് മോഡേൺ, എന്താണ് കണ്ടംപററി എന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ T.S. എലിയറ്റ്, KGS ഇവരൊക്കെ ഒരു കവി എങ്ങനെ സമകാലികനാവുന്നു എന്ന് മനസ്സിലാക്കാൻ മലയാളത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന നല്ല ഉദാഹരണം KGSന്റെ കവിതകളാണ്. വളരെ ഇതായിട്ട് നീതിബോധത്തെ പറ്റിയുള്ള ഞാൻ നേരത്തെ ഒറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ കാലം, ലോകം, പ്രകൃതി, മനുഷ്യൻ, നൈതികത, മനഃശാസ്ത്രം, ഫെമിനിസം, ഹിസ്റ്ററി, ഇക്കോളജി, ചിത്രകല തുടങ്ങിയ വലിയ റേഞ്ചാണ്. അത് എനിക്ക് അറിയാവുന്നതാണ്. KGSോട് സംസാരിച്ചാൽ അധികം സൗകര്യം നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു അനുഭവം നമുക്ക് പലർക്കും ഉണ്ടാവും. പക്ഷെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വലിയ രീതിയിലൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു എസൻസ് വളരെ ഒതുക്കി പറയാൻ പറ്റുന്ന ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമാണ്. വലിയ അധ്യാപകൻ, കവി മാത്രമല്ല, വളരെ അധ്യാപകൻ. എനിക്കൊരു പരാതി എപ്പോഴുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. KGS വേണ്ടതേ സ്വീകരിക്കുള്ളത് എനിക്കറിയാം. നല്ല പ്രഭാഷകനാണ് KGS. അതിനോട് KGS നീതി കാണിച്ചിട്ടില്ല. അതിനെപ്പോഴും ഒഴിവാക്കും. ഇപ്പം എൻ്റെ അനുഭവം വെച്ച് പറയാം. അപ്പോൾ സുകുമാർ അഴീക്കോട് 30ാമത്തെ വയസ്സിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 84ാമത്തെ വയസ്സിൽ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഉയർച്ചയല്ല, അവസാനമല്ല. അപ്പോൾ KGSന് ഒന്നാന്തരമായ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. വാക്കുകളൊക്കെ ഒരു മാന്ത്രിക ധ്വനിയാണ് ഒരു പ്രത്യേകത. കവിതയിലായാലും സംഭാഷണത്തിലായാലും ക്ലാസ്സിലായാലും പ്രഭാഷണമാണെങ്കിലും ധ്വനിസാന്ദ്രമായ ഒരു മനസ്സിന് ഉടമയാണ് KGS എന്ന് ചുരുക്കി പറയാവുന്നത്. അതിനെ KGS തള്ളും. അതുപോലെ ലേഖനങ്ങൾ ഒന്നാന്തരമായി എഴുതും. ഒന്നാന്തരത്തിനപ്പുറം പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ചെറിയ കുറിപ്പുകളായിരുന്നു. CJ തോമസിനെ പറ്റി എഴുതിയത്, നമ്പൂതിരിയെ പറ്റി എഴുതിയത്, അയ്യപ്പ പണിക്കരെ പറ്റി എഴുതിയത്. നമ്മുടെ ലളിതമായ ഉദാഹരണങ്ങൾ. ലോകസാഹിത്യം വേറെ ഇതാണ്. പക്ഷേ ദൂരത്ത് നിന്നുള്ള പുസ്തകം അതിലൊക്കെ ചില നല്ല ഒന്നാന്തര ലേഖനം. ഈ പദബോധം KGS കാണിക്കുന്ന അത്ര സൂക്ഷ്മതയിൽ ധ്വനിയോടുകൂടി പദങ്ങൾ ഉപയോഗിക്കുന്നുള്ള ഒരാൾ മലയാളത്തിൽ തന്നെ ആരുമില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. എനിക്ക് ബഹുമാനപ്പെട്ട ഒരുപാട് വലിയ അധ്യാപകന്മാരുണ്ട്. ഇലാവിറ്റരെ പോലെ, സാനമാട്ടെ പോലെ, കുത്തുനായ സാറിനെ പോലെയൊക്കെ ഞങ്ങളെ സ്വാധീനിച്ച ആൾക്കാർ മാത്രമല്ല, അവരെന്താ ആവോളം സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രണവ ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കാതെ. പക്ഷെ KGSന്റെ തലങ്ങൾ പലപ്പോഴും അതിനേക്കാളൊക്കെ വളരെ ഇതാണ്. ഇങ്ങനെ പല വിഷയങ്ങളിലേക്കും പോകുന്നതിൽ ഇപ്പം ചിത്രകലയെ പറ്റി ചോദിച്ചോളൂ, ചരിത്രത്തെ പറ്റി സംസാരിച്ചോളൂ, സിനിമയെ പറ്റി, ഇപ്പം ഇക്കോളജിയെ കുറിച്ച്, അതിലേറ്റവും മൂല്യവത്തായ കാര്യങ്ങളൊക്കെ KGSന് അറിയാം.
ഒരുപക്ഷെ KGS മാത്രമേ അറിയൂ എന്നുപോലും പറയാവുന്ന രീതിയിൽ ഇതാണ് അതിലേക്ക് കടന്നു പോകുന്നത്. ഒരു പെനിട്രേറ്റിംഗ് ഇന്റലക്ട് ഉണ്ട്. ഞാനത് വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. എന്തിനും ഒരു മൗലികത, ഒരു കണ്ടെത്തലുണ്ട്. അത് ഒരു വലിയ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു പ്രതിഭാശാലിയുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. ഒരു കണ്ടെത്തൽ, ഒരു ഡിസ്കവറി ആണ്. അത് മൗലികത, ഒറിജിനാലിറ്റി. P.K. ബാലകൃഷ്ണൻ അതിനെ സ്തുതിച്ചിട്ടുണ്ട്. അതിലുള്ളൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ഇതാണ്. അതിനോടൊപ്പം ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, ഇപ്പോഴത്തെ നമ്മൾ ഫാസിസത്തെ കുറിച്ച് ഒക്കെ പറയാനുള്ള ഒരു വലിയ തലങ്ങളിൽ ആത്മാർത്ഥമായി പറയുന്ന ഇതാണ്. അത് പിന്നെ ഒരു നിലപാടുണ്ട്. ഇതാണ് തീർച്ചയായിട്ടും KGS പറയുമ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള മറ്റൊരു കവിയാണ് ശശികാന്ത്. ഞാനത് മറച്ചു വെക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു നിലപാടെടുക്കുന്നത് KGS പലപ്പോഴും മുമ്പിലാണ്. ശശികാന്ത് ഒരു ഭീഷണചാഞ്ചല്യം ചിലപ്പോൾ വരാം, അത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. ഈ ഭീഷണചാഞ്ചല്യത്തെയാണല്ലോ നമ്മൾ പലപ്പോഴും അവസരവാദിത്വം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ആ രീതിയിൽ അല്ലെങ്കിൽ KGS ഒരു നിലപാടുണ്ട്. ഇതാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. എന്തിനും ഒരു സ്വന്തമായൊരു നിലപാടുണ്ടാവുക, ആ നിലപാടിൽ ഉറച്ചു പറയുക. ചിലപ്പോഴൊക്കെ ഭരണാഷ പറഞ്ഞ പോലെയാണ് KGS എന്താണ് പറയേണ്ടതെന്ന് അറിയാം. അത് മുഖത്തടിച്ചോ പോലെ പറയാനും അറിയാം. ഈ പറയാത്ത തെളിവ് എൻ്റെ നാവ് കൊള്ളുന്നു എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുമുണ്ട്. അഭിപ്രായക്കാരനാണ് ഞാൻ. ആ രീതിയിൽ ഒരു പണ്ട് വള്ളത്തോടൊക്കെ പറയുന്നത് സ്വപ്രത്യസ്ഥൈര്യം എന്ന് പറയുന്ന ഒരു മനോഹരമായ വാക്കുണ്ട്. അത് KGS യോജിക്കും. എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് അറിയാം. ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനറിയാം. ഇപ്പം ഞങ്ങളൊക്കെ രാഷ്ട്രീയപരമായി വ്യത്യാസമുള്ള കാലമായിരുന്നു തുടങ്ങുമ്പോൾ. ബന്ധങ്ങൾ ആരംഭിക്കുന്ന കാലത്ത് രാഷ്ട്രീയമായിട്ടൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന ആൾക്കാരായിരുന്നു. പക്ഷെ KGS ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു, പ്രധാനമാണ്. എവരി ഗ്രേറ്റ് റൈറ്റർ മീൻസ് എ ന്യൂ എലിമെന്റ് ദാറ്റ് ഈസ് ഹിംസെൽഫ് എന്ന് പറയുന്നത് സാഹിത്യത്തിലെ ഒരു വലിയ തത്വം തന്നെയാണ്. അപ്പോൾ തൻ്റെ ഒരു അംശം എന്തിനും കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത, എന്തിനും ചെറിയ പ്രഭാഷണങ്ങൾ നിങ്ങൾക്കറിയാം അതുണ്ട്. അത് അങ്ങനെ ഇപ്പോൾ വെട്ടുവഴി എന്നുള്ള കവിത അറിയാമല്ലോ. ആ കാലത്ത് വന്ന ഏറ്റവും അധികം ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെ, കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഏറ്റവും ദേഷ്യം ഉണ്ടാക്കുന്ന കവിതയാണ്. പക്ഷെ തൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഒരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ ഒട്ടും മടിക്കാതെ നിലപാടെടുക്കുന്നത്, സ്റ്റാലിനിസത്തെ എതിർക്കേണ്ടി വരുമ്പോൾ ഒട്ടും മടിക്കാതെ നിലപാടെടുക്കുന്നതിന് ഇന്ന് KGS കാണിച്ച ധൈര്യം, സ്വപ്നസ്ഥൈര്യത, നിലപാട് എന്ന് പറയുന്നത് തികച്ചും ഇത് തന്നെയാണ്. അതുപോലെ പരിസ്ഥിതിയെ പറ്റിയുള്ള മനുഷ്യത്വത്തെ കയ്പ് എന്നുള്ള കവിത, കില്ലർ എന്ന കവിത, ധാരാളം എക്സാമ്പിൾസ് പറയാം. എപ്പോഴും ഹിംസക്കെതിരാണ്. നീതിബോധം എന്നതുപോലെ ഫാസിസത്തിനെതിരാകുന്നത് പോലെ ഹിംസക്കെതിരായ ഒരു നിലപാട്, അത് വളരെ പ്രധാനമാണ്. അപ്പോഴാണ് ഗാന്ധിയിലേക്കൊക്കെ നമ്മൾ എത്തുന്നതിൻ്റെ ഒരു ഋതുവാണ്. KGS ഇപ്പോഴത്തെ നിലപാടിലൊക്കെ അതുകൊണ്ട് ഹിംസക്കെതിരെ നിലപാടെടുക്കൽ, ഫാസിസത്തിനെതിരായ നിലപാടെടുക്കൽ, അഭിമുഖത്തിൽ കാണിച്ചതുപോലെ മോഡിക്കെതിരായ നിലപാടെടുക്കുന്നതിൻ്റെയൊക്കെ സ്ഥലം അതാണ്. ഹിംസക്കെതിരാണ് എപ്പോഴും, ജാതിക്കെതിരായിട്ട് അതിനെപ്പറ്റിയൊക്കെ കല്ലുകളുണ്ട്. അതുപോലെ ബുദ്ധിജീവികളുടെ അവസരവാദത്തെ പറ്റി കൂർമ്മം എന്ന കവിത, അധികം വൈകാതെ വന്ന കവിതയാണല്ലോ. അതൊക്കെ അപനിമിഷത്തിൽ മുഴുകുന്നവരാ. തങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് ഒരു കാര്യങ്ങളുടെ നേർക്ക്, സമൂഹത്തിൻ്റെ നേർക്ക് ഉദാസീനത കൊള്ളുന്നവരെ നല്ലവണ്ണം പരിഹസിക്കുന്ന കവിതയാണ് കൂർമ്മം എന്നൊക്കെ പറഞ്ഞത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ അതീവ ധ്വനിസാന്ദ്രമായ കവിതകളാണ്. KGSനെ പറ്റി പറയാവുന്ന ഒരു കാര്യം അതാണ്. സാധാരണ ഒരു പരത്തി പറയുന്നതല്ല. പ്രസംഗത്തിൽ അങ്ങനെയാണ്, എഴുത്തിലൊക്കെ അതിലാണ് വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി കാറ്റ് കുടിക്കാൻ നമ്മൾ പറയാറുണ്ടല്ലോ, ആ രീതിയിൽ വളരെ ധ്വനിസാന്ദ്രമായി അർത്ഥവത്തായി വീണ്ടും പല കാലങ്ങളിൽ പല മാനങ്ങളിൽ വ്യാഖ്യാനിക്കാവുന്ന അംശം ക്ലാസ്സിലുണ്ടാവും, സംഭാഷണത്തിലുണ്ട്, പ്രഭാഷണങ്ങളിലുണ്ട്, കവിതയിൽ പ്രത്യേകിച്ചുണ്ട്. കവിത മാത്രം മതി എന്നൊരു വാദക്കാരനാണ് KGS. അതിനോടാണ് ഞാൻ എൻ്റെ ഒരു വിസമ്മതം രേഖപ്പെടുത്തിയത്. എന്നോടൊക്കെ ബുദ്ധന്റെ രീതിയാണ് ശരി, ഒരു ജിത്തും ഒരു നടത്തവും രണ്ടും ആവശ്യമാണെന്ന് ഉപദേശിച്ച വ്യക്തിയാണ് KGS. ഒരു KGS പിന്നെ നടത്തം ഈ ലോകത്തിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞു. പോസ് വേണ്ടെന്ന് വെച്ചു, പ്രസംഗം വേണ്ടെന്ന് വെച്ചു, ഗദ്യം എഴുത്ത് വേണ്ടെന്ന് വെച്ചു, ഏറെക്കുറെ. അത് ശരിയോ
എന്നൊരു ചോദ്യം ചോദിക്കാനാണ് പ്രധാനമായും ഞാൻ ഇവിടെ വന്നത്. അത് അതുകൊണ്ട് എന്താ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാവുന്നു. ഒരുപാട് KGS-ന്റെ നല്ല പ്രഭാഷണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. പണ്ട് മുണ്ടശ്ശേരിയെ പോലെയും സുബാറഴിക്കോടിനെ പോലെയും സാനമാഷിനെ പോലെയൊക്കെ വലിയ പ്രഭാഷകന്മാരുണ്ടായിരുന്നു മലയാളത്തിൽ. അതിലൂടെയാണ് അവർ സാഹിത്യവും ജീവിതബോധവും ഒക്കെ പറയുന്നത്. അതിപ്പോൾ മുണ്ടശ്ശേരിയൊക്കെ അപ്പോൾ പഴുതടച്ച് പറയും, ഇന്നത്തെ കാലത്ത് സാധ്യമല്ലായിരിക്കാം. അതെ, പക്ഷെ ആ മാതിരിയുള്ള ആശയങ്ങൾ കൊണ്ട് അതും അതിൻ്റെ പ്രധാനപ്പെട്ട അതിനോട് ഒരു ഉപേക്ഷ, ഒരു ഉദാസീനത, അദ്ദേഹത്തിന് അതിൻ്റെതായ യുക്തി ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് മലയാളത്തിന് വലിയ നഷ്ടമുണ്ട്. ഇതിൽ അഭിപ്രായക്കാരനാണ്. അപ്പോൾ അതിലൊക്കെ ഒരു അതീവ ജാഗ്രതയുണ്ട്. ഒന്നും ഒരു സാധാരണ സംഭാഷണം അല്ല KGS-ന്റെ സംഭാഷണം. പറയുന്നതിനോടുള്ള അതീവ ജാഗ്രത അത് കവിതയിലുണ്ട്, അധ്യാപനത്തിലുണ്ട്, മറ്റു പല കാര്യങ്ങളിലും പ്രഭാഷണങ്ങളിലുണ്ടൊക്കെ ഒരു അതീവ ജാഗ്രത. താൻ പ്രയോഗിക്കുന്ന വാക്കുകളുടെ ധ്വനിയെ പറ്റിയുള്ള ഒരു സങ്കല്പം അതൊക്കെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒന്നാണ്. പിന്നെ ആ കവിത വർത്തമാനത്തോട് അടങ്ങിപ്പോവും, അത് സമകാലിക സന്ദർഭമായി പോവും, അത് കലഹിക്കും, അത് റിയാക്ട് ചെയ്യും. അത് ആ രീതിയിലൊക്കെ KGS-ന്റെ കവിത ധാരാളം പഠിക്കാനുള്ളതാണ്. അതുപോലെ കൺസ്യൂമറിസം, നന്നല്ല നാടികൾ, കൺസ്യൂമറിസത്തിനെതിരായിട്ടുള്ള ഉപഭോഗ സംസ്കാരത്തിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നു എന്നതിനെപ്പറ്റി പ്രതിരോധിക്കുന്ന ഒരു പ്രത്യേകത. അതുപോലെ കിണർ, അസുന്ദരം, തിരസ്കാരം, ഞാൻ ഒരു നമ്മൾ നോക്കാൻ വേണ്ടി പറയുന്നത് ആ ഇന്ന് നമ്മുടെ മുകളിൽ വരുന്ന ആജ്ഞകളോട് അതിനോടൊക്കെ പൊരുതുന്ന വാക്കായിട്ട്. അതുപോലെ ബദൽ പരിപ്രേക്ഷകൾ, അത് ഇപ്പോൾ ഫെമിനിസത്തെ കുറിച്ചായാലും കാലാവസ്ഥയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ജനാധിപത്യ സംസ്കാരമാണ് KGS ഉൾക്കൊള്ളുന്നത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ജനാധിപത്യ സംസ്കാരം, അത് ബദൽ സംസ്കാരം, അതെങ്ങനെ വേണം എന്നതിനെ പറ്റിയിട്ടുള്ള വലിയ സങ്കല്പങ്ങളും ഒക്കെ ഉള്ള, അത് തൻ്റെ ജീവിതത്തിൽ മുഴുവൻ നിർവഹിക്കുന്ന സാധാരണ കവിഞ്ഞ പ്രാധാന്യവും മഹത്വവും KGS-നുണ്ട് എന്നത് ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. അത് ആ ഒരു വലിപ്പമുണ്ട്. പലപ്പോഴും അടുത്ത് ഇടപെടുമ്പോൾ അറിയാം. അത് അനുഭവിച്ച ഒരാളാണ്, കഥയാണ്. ഇപ്പോഴത് അങ്ങനെ അല്ല, ഒരു അതിർരേഖ KGS വരക്കും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷെ അതിലൊക്കെ സ്വന്തമായ നിലപാട് പറയുന്നുണ്ട്. TS എഴുതിയതിൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ടല്ലോ, സ്വന്തമായ കോട്ടയും വലിയും. ഒരു എഴുത്തുകാരന് സ്വന്തമായ കൊട്ടയും വലയും വേണമെന്ന് പറയുന്നു. ആധുനിക കവിതയുടെ മേശാന്തി എന്ന് പ്രഖ്യാതനായ നോബൽ സമ്മാനം കിട്ടിയ കവിയായ TS മലയാളത്തിൽ സ്വന്തമായ കൊട്ടയും വലയുമുള്ള പ്രഗത്ഭനായ ശ്രദ്ധേയനായ കവിയാണ്. എഴുത്തുകാരനാണ്, അധ്യാപകനൊക്കെയാണ് KGS. ഇനിയും അനേകം ഞാൻ ഇതിന് സ്നേഹത്തിലൊക്കെ തന്നെ വളരെ ഒരു അഫെക്ഷൻ, സ്പിരിച്വാലിറ്റി എന്ന് പറയാവുന്ന രീതിയിൽ KGS-ന് അതുണ്ട് എന്നൊരു വിശ്വാസക്കാരൻ. ലക്ഷ്മി ഒഴിച്ചാൽ പിന്നെ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുണ്ട്. അതൊക്കെ ഒരു കള്ളത്തിലൊന്നുമില്ല. അങ്ങനെയല്ല KGS പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ ഒരു സ്നേഹബന്ധങ്ങളിലൊക്കെ ഉള്ള ഒരു ആത്മാർത്ഥത, അതാണ് ഞാൻ ഉപയോഗിച്ച പദം എഫെക്ഷൻ, സ്പിരിച്വാലിറ്റി. അത്തരം ഒരു അതുപോലും ഒരു നല്ല അർത്ഥത്തിൽ വിശ്വാസിയൊന്നും അല്ലല്ലോ നമ്മളെപ്പോലെ അല്ലല്ലോ. അതാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളും കാലത്തോടും ലോകത്തോടും ഒക്കെ ഇടപെട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ KGS-ന് നമ്മുടെ മലയാള ഭാഷയ്ക്ക്, സാഹിത്യത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സംസ്കാരത്തിന് കിട്ടാനുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ലേഖനങ്ങൾ എഴുതണം, പ്രഭാഷണങ്ങൾ ധാരാളം വേണം എന്ന അഭിപ്രായക്കാരൻ. അതും ഒരു ആശയ സംവേദനമാണ്. കവിത വായിച്ചിട്ട് മാത്രമല്ല ആൾക്കാർ അത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറെക്കുറെ ന്യൂനപക്ഷമായിരിക്കും ചിലപ്പോൾ. മറിച്ച് അതൊരു എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഭാഗമായി പുതിയ അവബോധമുണ്ടാക്കാൻ, ഒരു പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ, ഒരു പുതിയ മാനവവാദികളെ നിശ്ചയിക്കാൻ, പുതിയ ലോകബോധവും പുതിയ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യത്വമൊക്കെ പ്രധാനമാണല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് സ്റ്റുഡൻറ് പവർ മുതൽ ഇന്ന് വരെ എടുത്തു നോക്കിയാൽ കാണാം. വല്ലാത്തൊരു ഫാസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഒരു ഭാഗത്ത് നമ്മൾ സുഖത്തിൻ്റെ പുറകെ പോകാം, ആർത്തിയുടെ പുറകെ പോവുക, വസ്തുരഞ്ജയുടെ പുറകെ പോവുക. അതാണ് എറിക് ഫ്രോമിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ടല്ലോ. നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എന്താണ് പുസ്തകത്തിൻ്റെ പേര്? എന്താണ്
ഒന്ന് ടു ഹാവ്, നേടലിൻ്റെ തത്വശാസ്ത്രം. അതാണ് ഇന്ന് വിജയിക്കുന്നത്. മറ്റൊന്ന് നമുക്കൊരു ജീവിതമുണ്ട്, എപ്പോൾ വേണമെങ്കിലും വിധിക്ക് തല്ലിക്കെടുത്താവുന്ന ഒരു ജീവിതം. ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന് പൂന്താനം പാടിയ പോലെ, ഈ താഴത്തെ തമോഭൂമി എന്ന് കുമാരനാശൻ പാടിയ പോലെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന ഒരു ജീവിതം. ഈ ജീവിതം നമ്മളായിട്ട് ജീവിക്കൽ. ഞാനേ തീരുവാൻ മോഹം എന്ന് ഞങ്ങളുടെ സുഹൃത്ത് കടമേട്ട് രാമകൃഷ്ണൻ പാടിയതുപോലെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം അത് ടു ഹാവിൻ്റെതാണോ ടു ബിയുടേതാണോ എന്നുള്ളതാണ് ചോദ്യം. ടു ബി ആണ് ശരി. ഇപ്പൊ തൃശ്ശൂരിന്റെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. പലതും പോയി പറയും. അധ്യാപകന്റെ കർമ്മത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രസംഗത്തിൽ വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷെ നമ്മൾ ആദ്യം മുതൽ പറയും, പലതിൻ്റെ തുടക്കക്കാരനായ അപ്പൻ തമ്പുരാൻ മുതലുള്ള വലിയ സാംസ്കാരിക നായകന്മാരുടെയും കവികളുടെയും എഴുത്തുകളുടെയും ഒക്കെ പ്രാധാന്യമുള്ള തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ നമ്മൾ ആവേശപൂർവ്വം പറയും. കുറേയേറെ സത്യവുമാണ്. പക്ഷെ അതിനേക്കാൾ വേറെ ഒരു വലിയ സത്യം നിലനിൽക്കുന്നു. ഇന്നത്തെ തൃശ്ശൂരിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും അധികം സ്വർണം വിൽക്കുന്ന സ്ഥലം, ഏറ്റവും അധികം തുണിത്തരങ്ങൾ വിൽക്കുന്ന സ്ഥലം, എന്നോട് ക്ഷമിക്കുക, ഏറ്റവും അധികം മദ്യം വിൽക്കുന്ന സ്ഥലം. ഇതൊക്കെ മാറിയിരിക്കുന്നു. കൺസ്യൂമർസത്തിന്റെ പുറകെ പോവുകയാണ്, സുഖത്തിന്റെ പുറകെ പോവുകയാണ്, വസ്തുലജ്ജയുടെ പുറകെ പോവുകയാണ്. അപ്പൊ നമ്മളെ ഒരുപാട് അയഥാർത്ഥമായ മൂല്യങ്ങളുടെ പുറകെ പോകുന്ന പിഴച്ച കാലമായി മാറുകയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ആർക്ക് പറ്റും? അത് കവികൾക്ക്, സാഹിത്യകാരന്മാർക്ക്, നിങ്ങളെയൊക്കെ പോലുള്ള സാംസ്കാരിക ചിന്തകന്മാർക്ക് ഒക്കെയാണ് അത് അരുത്. ഈ ശാകുന്തളത്തിൽ രാജാവ് മാന്യ വേട്ടയാടി വരുമ്പോൾ രണ്ട് മുനികുമാരന്മാർ ശാരംഗതനും ശാർങ്ങരവനും കൈയുയർത്തി പറയുന്നുണ്ട്, നഹന്തവ്യം നഹന്തവ്യം എന്ന് മുഴക്കമുള്ള ഭാഷയിലാണ് കാളിദാസൻ പറയുന്നത്. ഈ ആശ്രമ വ്യവസ്ഥയെ കൊല്ലരുതേ എന്ന്. രാജാവ് അന്തിച്ചു നിന്ന് പോകുന്നു, അധികാരം അന്തിച്ചു നിന്ന് പോകുന്നു. കാരണം എന്താ? ഈ മുനികുമാരന്മാരുടെ ശബ്ദം മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന്റെ, മനുഷ്യന്റെ ജീവിത ബുദ്ധിയുടെ ശുദ്ധിയുടെ അപ്പൊ അതിന്റെ മുമ്പിൽ അധികാരം പോലും സ്തംഭിച്ചു നിന്ന് പോകും എന്നാണ് കാളിദാസൻ സൂചിപ്പിക്കുന്നത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ രീതിയിൽ KGS പോലുള്ള നമ്മൾ ഓരോരുത്തരും തന്നെ നമുക്കൊക്കെ നമ്മൾ ചിന്ത ചെറിയ പാഠം കൊടുക്കാതെ ഒരു ആന്തരിക നമ്മുടെ ജീവിതത്തിൽ ധന്യമാകുന്ന എന്താ? ഒരു ആന്തരിക ജീവിതത്തിന്റെ ധന്യത, ഒരു ഇന്നർ ലൈഫിന്റെ മെച്ചം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നമ്മളിപ്പോൾ എല്ലാം ചിന്ത ചതിലിന്റെ പാഠം കൊടുത്ത് അങ്ങനെ തന്നെ എന്ന് മുദ്രാവാക്യം പിടിച്ചു പോകുന്ന ഒരു സമൂഹമായി മാറുന്നുവെങ്കിൽ ചുറ്റും ഒരുപാട് ഈ ഫാസിസത്തിന്റെ അംശങ്ങൾ നമ്മൾ അറിയുന്നതിൽ നിന്നൊക്കെ എത്രയോ ഇതാണ്. ഇങ്ങനെ ജാതിയുടെ KGS കവിതയിൽ അതൊക്കെ ഉണ്ട്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വർഗീയതയൊക്കെ വന്ന് അത് പോകുന്ന ഒരു അവസ്ഥ ഏറ്റവും അടുത്തുള്ള സമൂഹത്തെ കണ്ടാൽ അറിയാം. വളരെ ഭീതികരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും അവിടെ ഈ ശാരംഗത്തിനും ശാസ്ത്രവനും ഒക്കെ പോലെ തന്നെ അരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം KGS പോലുള്ളവർക്കും ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സിനും ഒക്കെയാണ് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. KGS ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള ആർജവും അതിനുള്ള കഴിവും അതിനുള്ള നന്മയും അതിനുള്ള പ്രതിഭാശക്തിയും ഒക്കെ KGS-നുണ്ട്. ഞാൻ വിശദീകരിച്ച് പറയാം. ഇത് ഇനിയും നിരന്തരമായി ചെയ്യാൻ KGS-ന് കഴിയട്ടെ എന്ന് ഞങ്ങളുടെ എൻ്റെതായ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.